ഹായ് ഓൾ, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ICTയുടെ 10th ചാപ്റ്ററായ ഡിസീസസ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റമാണ്. അത് J00 മുതൽ J99 വരെയുള്ള കോഡ്സാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം റെസ്പിറേറ്ററി എയർവേസ് അത് ഏതൊക്കെയാണ്? നോസ്, മൗത്ത്, ഫാരിങ്സ്, ലാരിങ്സ്, ട്രക്കിയെ, ബ്രോങ്കി, ബ്രോങ്കിയോൾസ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മസിൽസ് ആണ് ഡയഫ്രവും ഇൻ്റർകോസ്റ്റൽ മസിൽസും. ഈ ഡയഫ്രം ആണ് നമ്മുടെ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ കോൺട്രാക്ഷനും റിലാക്സേഷനും ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് മസിൽസ് ആണ് ഇൻ്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ, ഇനി നമുക്ക് ഡിസീസസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് നോക്കേണ്ടത് ആസ്മയാണ്. ആസ്മ ഇപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും. അത് ക്രോണിക് ഇൻഫ്ലമേഷൻ ഓഫ് നമ്മുടെ റെസ്പിറേറ്ററി എയർവേസിൽ ഉണ്ടാകുന്ന ഒരു വീക്കത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആസ്മ എന്നുകൊണ്ട് പറയുന്നത്. ഓക്കെ, ഇനി ആസ്മയ്ക്ക് പല സ്റ്റേജസ് ഉണ്ട്. മൈൽഡ് ഉണ്ട്, മോഡറേറ്റ് ഉണ്ട്, സിവിയർ ഉണ്ട്, അക്യൂട്ട് എക്സാസെർബേഷൻ, സ്റ്റേറ്റസ് ആസ്മറ്റൈസ്. ഈ അക്യൂട്ട് എക്സാസെർബേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റിന് മുന്നേ ആസ്മ ഉണ്ടായിരുന്നു, ബട്ട് അത് കംപ്ലീറ്റ്ലി മാറിയായിരുന്നു. പക്ഷെ അതിന് കുറേ നാളുകൾക്ക് ശേഷം പിന്നെയും അതെന്ത് ചെയ്തു വരുന്നുണ്ട്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വേഴ്സൻഡ് കണ്ടീഷനാണ്. ഓക്കെ, അതിനെയാണ് നമ്മൾ അക്യൂട്ട് എക്സാസെർബേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി സ്റ്റേറ്റസ് ആസ്മറ്റൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആസ്മ പേഷ്യൻ്റെ ബോഡി മെഡിസിനോട് റെസ്പോണ്ട് ചെയ്യാതെ വരുന്ന ഒരു കണ്ടീഷനാണ് സ്റ്റേറ്റസ് ആസ്മറ്റൈസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത് നോക്കുന്ന ഡിസീസാണ് ഇൻഫ്ലുവൻസ, ദാറ്റ് ഈസ് കോമൺ കോൾഡ്. അതെന്തുകൊണ്ടാകാം? ഇറ്റ് മേ ബി ഡ്യൂ ടു എനി വൈറൽ ഇൻഫെക്ഷൻ, അതായത് പോസിറ്റീവ് ഓർഗാനിസം എനി വൈറൽ ഇൻഫെക്ഷൻ ആകാം. അതാണ് നമ്മുടെ ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്നത്. ഈ ഇൻഫ്ലുവൻസ പഠിക്കുന്ന സമയത്ത് ഒരു ഗൈഡ് ലൈൻ നമുക്ക് ഓർക്കാനുണ്ട്. ഇൻ കേസ് ഓഫ് ഇൻഫ്ലുവൻസ സസ്പെക്റ്റഡ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അൺഐഡൻറ്റിഫയബിൾ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് വേണം കോഡ് ചെയ്യാനായിട്ട്. അതായത് ഒരു പേഷ്യൻ്റ് ഇൻഫ്ലുവൻസ സസ്പെക്റ്റബിൾ എന്നാണ് ഡോക്യുമെൻ്റ് ചെയ്തേക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട കോഡ് എന്ന് പറഞ്ഞാൽ J11.1, ദാറ്റ് ഈസ് അൺഐഡൻറ്റിഫയബിൾ ഇൻഫ്ലുവൻസ വൈറസ് എന്ന് വേണം കൊടുക്കാനായിട്ട്. ഓക്കെ, ദെൻ അടുത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഡിസീസാണ് നിമോണിയ. നിമോണിയ എന്തുകൊണ്ട് ഉണ്ടാകുന്നത്? മേ ബി ഡ്യൂ ടു വൈറൽ ഇൻഫെക്ഷൻ ആകാം, ഫംഗൽ ഇൻഫെക്ഷൻ ആകാം, ഓർ മേ ബി ഡ്യൂ ടു ബാക്ടീരിയൽ ആകാം. ഓക്കെ, ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ പനി ഉണ്ടാകാം, അല്ലെങ്കിൽ മേ ബി ഇനി ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ടാകാം, ആൻഡ് നല്ല ചുമയുണ്ടാകാം. ഇതൊക്കെയാണ് നമ്മുടെ നിമോണിയയുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇതെന്താ? നമ്മുടെ ലങ്ങിൻ്റെ ഇൻഫ്ലമേഷനാണ്. ലങ് ഇൻഫ്ലമേഷൻ കൊണ്ടാണ് നമ്മുടെ നിമോണിയ സിംറ്റം എന്ന് പറയുന്നത്. പോസിറ്റീവ് ഓർഗാനിസം ബാക്ടീരിയൽ ആകാം, വൈറൽ ആകാം, ഒരു ഫംഗൽ ആകാം. ഇത് ചിലപ്പോൾ ഏതെങ്കിലും ഒന്നുകൊണ്ട് ഇൻഫ്ലമേഷൻ ഓഫ് ദ ലങ് ആണ് നമ്മൾ നിമോണിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിമോണിയ പഠിക്കുന്ന സമയത്ത് ഒരു ഗൈഡ് ലൈൻ നമുക്ക് നോക്കാനുണ്ട്. ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റിൽ നിമോണിയയും ഇൻഫ്ലുവൻസയും രണ്ടും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഇൻഫ്ലുവൻസയാണ്, ദെൻ നമ്മൾ കോഡ് ചെയ്യേണ്ടത് നിമോണിയാണ്. ഇപ്പോൾ ഒരു പേഷ്യൻ്റെ ഡോക്യുമെൻറ്റിൽ ഇൻഫ്ലുവൻസ കൊടുത്തിട്ടുണ്ട്, നിമോണിയ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇൻഫ്ലുവൻസ കോഡ് ചെയ്യണം, ദെൻ നിമോണിയ കോഡ് ചെയ്യണം. ഇവിടെ ഒരു കാര്യം നോക്കാനുണ്ട്. ഇപ്പോൾ ഇൻഫ്ലുവൻസ ഡ്യൂ ടു ദിസ് വൈറസ് ആണ്, അതുപോലെ നിമോണിയ ഡ്യൂ ടു ദാറ്റ് വൈറസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻഫ്ലുവൻസ കോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം കോഡ് ചെയ്യുക, അതുപോലെ തന്നെ നിമോണിയ കോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസവും കോഡ് ചെയ്യുക. ഇപ്പോൾ സിംപ്ലി ഒന്നും പറഞ്ഞിട്ടില്ല, ഇൻഫ്ലുവൻസ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ J11.1, ദാറ്റ് ഈസ് അൺഐഡൻറ്റിഫയബിൾ ഇൻഫ്ലുവൻസ വൈറസ് വേണം കോഡ് ചെയ്യാനായിട്ട്. ഓക്കെ, ദെൻ അടുത്ത ഡിസീസാണ് വാപ്പ്, ദാറ്റ് ഈസ് വെന്റിലേറ്റർ അസോസിയേറ്റഡ് നിമോണിയ. അതായത് ഒരു ലങ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. എപ്പോൾ? ഒരു വെന്റിലേറ്റർ ഉള്ള പേഷ്യൻറ്റിന് ഒരു ലങ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വാപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെന്റിലേറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉള്ള ഒരു പേഷ്യൻറ്റ് നമ്മൾ ഒരു മെക്കാനിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതാണ് വെന്റിലേറ്റർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വെന്റിലേറ്റർ ഉള്ള ഒരു പേഷ്യൻറ്റിന് ലങ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? വെന്റിലേറ്റർ അസോസിയേറ്റഡ് നിമോണിയ എന്ന് വിളിക്കുന്നത്. ഇതിന് രണ്ട് ഗൈഡ് ലൈൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഒരു പേഷ്യൻറ്റിന് വാപ്പ് ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മെക്കാനിക്കൽ വെന്റിലേഷനിലുള്ള പേഷ്യൻറ്റിന് എന്ത് ചെയ്യാണ്? വാപ്പ് ഉണ്ടാകുകയാണ്, അതായത് ലങ് ഇൻഫെക്ഷൻ കൊണ്ട് വാപ്പ് ക്രിയേറ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം കൊടുക്കേണ്ട വാപ്പ് കോഡാണ്. ഇനി എന്തെങ്കിലും പോസിറ്റീവ് ഓർഗാനിസം ഉണ്ടെങ്കിൽ കൂടെ നമ്മൾ ആ പോസിറ്റീവ് ഓർഗാനിസവും കോഡ് ചെയ്യണം.
ഇനി സെക്കൻഡ് ഗൈഡ് ലൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യൻ്റ് ന്യൂമോണിയ ആയിട്ടാണ് വന്ന് അഡ്മിറ്റ് ആയത്. പക്ഷെ ആ പേഷ്യൻറ്റിനെ വെന്റിലേഷനിലാക്കി കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് എന്തായി, അത് വാപ്പായി മാറി. അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മൾ കോഡ് ചെയ്യേണ്ടത് ഏതാണ്, ന്യൂമോണിയ ആണ്. ദെൻ വേണം നമ്മൾ വാപ്പ് കോഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം കൂടെ ഉണ്ടെങ്കിലോ ആദ്യം ന്യൂമോണിയ കോഡ് ചെയ്യുക, അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം കോഡ് ചെയ്യുക, ദെൻ നമ്മുടെ വാപ്പ് കോഡ് ചെയ്യുക, അതിൻ്റെ പോസിറ്റീവ് ഓർഗാനിസം കോഡ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.